ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഓൺ ദി ആക്സിസ് ഓഫ് ഡൈപോൾ. സോ ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു ഡൈപോൾ ഉണ്ട്. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ നേരത്തെ എല്ലാം ഡൈപോൾ വരച്ചത് പ്ലസ് ചാർജ് ആദ്യം വരച്ചു, പിന്നെ മൈനസ് ചാർജ് വരച്ചു, ശരിയല്ലേ? പക്ഷേ ഇവിടെ വരച്ച എങ്ങനെയാണ്? മൈനസ് ചാർജിനെ ആദ്യം വരച്ചു, പിന്നെ പ്ലസ് ചാർജ് വരച്ചു. അപ്പോൾ നമുക്ക് ഡൗട്ട് അടിക്കും, ശരിയല്ലേ, എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വരച്ചത്? അതിന് കാരണം എന്ന് പറയുന്നത് ഡൈപോൾ മൊമെന്റ് ആക്ട് ചെയ്യുന്നത് നമുക്കറിയാം നെഗറ്റീവ് ചാർജിൽ നിന്നും പോസിറ്റീവ് ചാർജിലേക്കാണ്. സോ വെക്ടർ പി എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ ഇങ്ങനെയാണ്. ഡൈപോൾ മൊമെന്റിന് ഇങ്ങനൊരു ഡയറക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ചാർജസിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്തത്. സോ ഇങ്ങനെ തന്നെ വരയ്ക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചും വരയ്ക്കാം. ഇവിടെ പ്ലസ് ക്യൂവും അതുപോലെ ഇവിടെ മൈനസ് ക്യൂ കൊണ്ടുവരാം. അങ്ങനെയെങ്കിൽ ഡൈപോൾ മൊമെന്റ് എന്ത് ചെയ്യും? തലതിരിഞ്ഞ് വരും. ഡൈപോൾ മൊമെന്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കേണ്ടി വരും, ശരിയല്ലേ? സോ നിങ്ങളുടെ NCERT ടെക്സ്റ്റിലാണെങ്കിൽ ഈ രീതിയിലാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സെയിം രീതിയിൽ തന്നെ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനും ചാർജുകളെ ഇങ്ങനെ വരച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? സോ എന്താണ്? മൈനസ് ക്യൂ ആണ്. ഇതെന്താണ്? പ്ലസ് ക്യൂ ആണ്. നമുക്ക് ഈ ചാർജിനെ എ ചാർജ് എന്ന് പറയാം. ഈ ചാർജാണ് ബി ചാർജ്. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഓൺ ദി ആക്സിസ് ഓഫ് ഡൈപോൾ. സോ ഡൈപോളിൻ്റെ ആക്സിസ് ആണിത്. ഈ ആക്സിലെ ഒരു കുഞ്ഞു പോയിന്റ് ആണ് പോയിന്റ് പി. നമുക്ക് ഈ പി എന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്, ശരിയല്ലേ? ഈ പി എന്ന പോയിന്റ് ഡൈപോളിൻ്റെ സെൻറ്റർ ആണിത്. ഡൈപോളിൻ്റെ സെൻറ്റർ ഒ എന്ന സെൻറ്ററിൽ നിന്നും 6 അകലെ നിൽക്കുകയാണ്. സോ ഈ അകലം എത്രയാണ്? 6 അകലമാണ്. സോ 6 അകലത്തിനാണ് നമ്മുടെ പി എന്ന പോയിന്റ് നിൽക്കുന്നത്. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡിലെ ഏതെങ്കിലും ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാൻ എന്ത് വേണം? ആ പോയിന്റിൽ നമ്മളൊരു ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവെക്കണം, ശരിയല്ലേ? സോ ഇതെന്താണ്? ഒരു ടെസ്റ്റ് ചാർജാണ്. ഈ ടെസ്റ്റ് ചാർജിന് അനുഭവപ്പെട്ട ആകെ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ശരിയല്ലേ? സോ ടെസ്റ്റ് ചാർജിനെ ഞാൻ ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ചാർജുകളും ടെസ്റ്റ് ചാർജിലേക്ക് ഫോഴ്സ് കൊടുക്കും. ഈ ചാർജ് എന്ത് ചെയ്യും? എ ചാർജ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ചാർജാണ്. ടെസ്റ്റ് ചാർജ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ചാർജാണ്, ശരിയല്ലേ? നമ്മൾ ഈ പോസിറ്റീവ് ചാർജിനെ ഈ എ ചാർജ് അട്രാക്ട് ചെയ്യും, ശരിയല്ലേ? സോ ഇവൻ കൊടുക്കുന്ന എ ചാർജ് കൊടുക്കുന്ന ഇൻറ്റൻസിറ്റിയാണ് ഇ എ, ഇൻറ്റൻസിറ്റി ഓഫ് എ ചാർജ്. അതെങ്ങനെ ആക്ട് ചെയ്യുന്നത്? ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. ഇനി ബി ചാർജ് എന്ത് ചെയ്യും? ബി ചാർജ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ചാർജാണ്. ഈ പോസിറ്റീവ് ചാർജ് നമ്മുടെ ടെസ്റ്റ് ചാർജ്, അതൊരു പോസിറ്റീവ് ചാർജാണ്, അതിനെ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും, ശരിയല്ലേ? സോ ബി ചാർജ് കൊടുക്കുന്ന ഇൻറ്റൻസിറ്റിയാണ് ഇ ബി. അത് ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? ഇ വിച്ച് ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു ക്യൂ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ഇവിടെ ക്യൂ എന്ന് പറയുന്നത് രണ്ടു പേർക്കും സെയിം ആണ്. കാരണം എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് ചാർജിൻ്റെ പ്ലസ് മൈനസ് ഒന്നും നമ്മൾ എടുക്കത്തില്ല. സോ ഇവിടെ നമ്മൾ മൈനസ് സൈൻ എടുക്കത്തില്ല. അങ്ങനെയെങ്കിൽ എ ചാർജിൻ്റെ ഇൻറ്റൻസിറ്റിയിലും ബി ചാർജിൻ്റെ ഇൻറ്റൻസിറ്റിയിലും നമ്മൾ ക്യൂ എന്ന് മാത്രമേ പറയത്തുള്ളൂ. മൈനസ് ക്യൂ എന്ന് പറയുമോ? ഇല്ല. സോ ഇത്രയും ടേം രണ്ടു പേർക്കും സെയിം ആണ്. ഇതൊക്കെയാണ് 1/4πε0 ക്യൂ. ഇത്രയും ഭാഗം രണ്ട് ചാർജുകൾക്കും സെയിം ആണ്. ഇനി ആരാണ് വ്യത്യാസം? ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കുറയും, ശരിയല്ലേ? ചാർജിൽ നിന്നും പി എന്ന പോയിന്റിലേക്കുള്ള അകലം കൂടുന്നതനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കുറഞ്ഞു പോകും. അങ്ങനെയെങ്കിൽ എ ചാർജ് നമ്മുടെ പി എന്ന പോയിന്റിൽ നിന്നും എന്തുമാത്രം അകലെയാണ്? നമുക്ക് നോക്കാം. ഈ ദൂരമാണ്. ഇത്രയും ദൂരം എന്താണ്? 6 ആണ്, ശരിയല്ലേ? ഈ 6ൻ്റെ കൂടെ ഈ ദൂരം കൂടെ കൂട്ടിയാൽ നമുക്ക് ഈ ഫുൾ ദൂരം കിട്ടും, ശരിയാണോ? സോ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6ൻ്റെ കൂടെ ഈ അകലം കൂടെ കൂട്ടണം. ഈ അകലം എത്രയാണ്? നമുക്കറിയാം ഡൈപോളിൻ്റെ ലെങ്തിൻ്റെ പകുതിയാണിത്. ഇതാണ് എ എന്ന് പറയുന്നത്. ഇതും ഡൈപോളിൻ്റെ ലെങ്തിൻ്റെ പകുതിയാണ്. ഇതും എ ആണ്, ശരിയാണോ? സോ 6ൻ്റെ കൂടെ ഈ എയും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 6+a എന്ന് കിട്ടും. ഇതാണ് എ എന്ന ചാർജ് പി എന്ന പോയിന്റുമായിട്ടുള്ള അകലം. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ എൻ്റെ വാല്യൂ കിട്ടുമല്ലോ. ഈ എ എന്ന് പറയുന്നത് 1/4πε0 ഇൻറ്റു ക്യൂ. മൈനസ് ക്യൂ എന്ന് പറയുമോ? ഇല്ല. ഡിവൈഡ് ബൈ അകലം എത്രയാണ്? എ എന്ന ചാർജിൽ നിന്നും പി എന്ന പോയിന്റിലേക്കുള്ള അകലമാണ് r+a. സോ r+a ദ ഹോൾ സ്ക്വയർ. നമുക്ക് ആരെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു? ഈ എൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു.
ഇനി നമുക്ക് ഇ ബിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. സോ ഇ ബി വിച്ച് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ 0 ഇൻറ്റു ക്യൂ ഡിവൈഡ് ബൈ, ഇനി ഡിസ്റ്റൻസ് വേണ്ടേ, ബി എന്ന ചാർജ് പി എന്ന പോയിന്റിൽ നിന്നും എന്തുമാത്രം അകലെയാണ്. നമുക്കറിയാം ഈ ഡിസ്റ്റൻസ് ആണ് ആർ എന്ന് പറയുന്നത്. ഈ ആറിൽ നിന്നും ഈ എ കുറച്ച് കഴിഞ്ഞ് നമുക്ക് എന്ത് കിട്ടും, ഈ ഡിസ്റ്റൻസ് കിട്ടും. ശരിയല്ലേ? ബി എന്ന ചാർജിൽ നിന്നും പി എന്ന പോയിന്റിലേക്കുള്ള അകലം എത്രയാണ്? ആറിൽ നിന്നും എ കുറയ്ക്കുന്നതാണ്. ആർ മൈനസ് എ ആണ്. സോ എത്രയാണ്? ആർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ. സോ ആർ പ്ലസ് എൻ്റെ വാല്യൂ കൂടുതലാണ്. ശരിയല്ലേ? അതായത് എ എന്ന ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ കുറവാണ്. സോ ഇ എൻ്റെ വാല്യൂ കുറവും ഇ ബിൻ്റെ വാല്യൂ കൂടുതലുമാണ്. കാരണം എന്താണ്? എ ചാർജ് വളരെ അകലെയാണ് ഇരിക്കുന്നത് പി എന്ന പോയിന്റിൽ നിന്നും, പക്ഷേ ബി ചാർജ് അടുത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇൻറ്റൻസിറ്റി ഓഫ് ബി ചാർജ് കൂടുതലും ഇൻറ്റൻസിറ്റി ഓഫ് എ ചാർജ് കുറവുമാണ്. സോ ഇതൊരു വടംവലിയാണ്. ശരിയല്ലേ? ഒരു ചാർജ് ഇങ്ങോട്ട് തള്ളുന്നു, മറ്റവൻ ഇങ്ങോട്ട് വലിക്കുന്നു. അങ്ങനെയെങ്കിൽ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി ഇ നെറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കണം. ശരിയല്ലേ? വലുത് എത്രയാണ്? ഇ ബി ആണ്. ഇ ബിയിൽ നിന്നും ആര് കുറയ്ക്കണം? ഇ എൻ്റെ വാല്യൂ കുറയ്ക്കുമ്പോൾ നമുക്ക് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്, ആകെ ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി കിട്ടും. ശരിയാണോ? സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇ ബിൻ്റെ വാല്യൂ എത്രയാണ്? 1 ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ 0 ഇൻറ്റു ക്യൂ ഡിവൈഡ് ബൈ ആർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ മൈനസ്, ഇനി എന്ത് വേണം? ഇ എൻ്റെ വാല്യൂ എത്രയാണത്? 1 ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ 0 ഇൻറ്റു ക്യൂ ഡിവൈഡ് ബൈ ആർ പ്ലസ് എ ദ ഹോൾ സ്ക്വയർ. ശരിയല്ലേ? നമുക്കിതിൽ നിന്നും ആരെ കോമൺ എടുക്കാം? ക്യൂ ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ 0 കോമൺ എടുക്കാം. ശരിയല്ലേ? ക്യൂ ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ 0 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ആരുണ്ട്? ഇവിടെ വരും ആർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ മൈനസ്, ഇവിടെ വരും 1 ഡിവൈഡ് ബൈ ആർ പ്ലസ് എ ദ ഹോൾ സ്ക്വയർ. ശരിയല്ലേ? സോ ക്യൂ ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ 0 നമ്മൾ അതുപോലെ എഴുതി. നമുക്കിതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ആർ പ്ലസ് എ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ. ഇതിനെ ഇവിടെ കൊണ്ടുവരാം. ആർ പ്ലസ് എ ദ ഹോൾ സ്ക്വയർ മൈനസ്, ഇതിനിവിടെ കൊണ്ടുവരാം ആർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ. ശരിയല്ലേ? നമ്മൾ സാധാരണ ഫ്രാക്ഷന് ചെയ്യുന്ന കണക്ക് ഇവിടെയും ചെയ്യണം. സോ വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ 0 നമ്മൾ അതുപോലെ എഴുതി. ഇവിടെയും സ്ക്വയർ ഉണ്ട്, ഇവിടെയും സ്ക്വയർ ഉണ്ട്. ശരിയല്ലേ? നമുക്ക് ഈ രണ്ട് സ്ക്വയറിനെയും കോമൺ ആയിട്ട് എടുക്കാം. അങ്ങനെയെങ്കിൽ നമുക്ക് കിട്ടും ആർ പ്ലസ് എ ഇൻറ്റു ആർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ശരിയാണോ? ഈ രണ്ട് സ്ക്വയറിനെ നമ്മൾ കോമൺ ആയിട്ട് എടുത്തെഴുതി. ഇനി നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്യാം. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. ശരിയല്ലേ? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. സോ ആർ സ്ക്വയർ പ്ലസ് 2ra പ്ലസ് എ സ്ക്വയർ മൈനസ്, നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എത്രയാണ്? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ സ്ക്വയർ മൈനസ് 2ra പ്ലസ് എ സ്ക്വയർ. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഈ മൈനസ് സൈൻ ഇങ്ങോട്ട് വരും. സോ നമുക്ക് കിട്ടും മൈനസ് ആർ സ്ക്വയർ പ്ലസ് 2ra മൈനസ് എ സ്ക്വയർ. ഈ ആർ സ്ക്വയറും ഈ ആർ സ്ക്വയറും ക്യാൻസൽ ആയി പോകും. അതുപോലെ ഈ എ സ്ക്വയറും ഈ എ സ്ക്വയറും മൈനസ് എ സ്ക്വയറും ക്യാൻസൽ ആയി പോകും. ബാക്കി ആരുണ്ട്? 2ra, ഇവിടെയും 2ra. സോ 4ra വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ 0. ഇവിടെ ആരുണ്ട്? 4ra ഡിവൈഡ് ബൈ, ഇനി എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. സോ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇനി എന്തുണ്ട് ഇവിടെ? ദ ഹോൾ സ്ക്വയർ. ശരിയല്ലേ? സോ ഇത്രയും ടേം എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അതാണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇനി ബാക്കി എന്തുണ്ട്?
ഈ സ്ക്വയർ ഉണ്ട്, ദ ഹോൾ സ്ക്വയർ. ഇത്രയും കാര്യം മനസ്സിലായോ? ആർ സ്ക്വയറിനെ കമ്പയർ ചെയ്യുമ്പോൾ എ സ്ക്വയർ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അതുകൊണ്ട് നമുക്ക് ആരെ അവോയ്ഡ് ചെയ്യാം? എ സ്ക്വയറിനെ അവോയ്ഡ് ചെയ്യാം. നമുക്കറിയാം ഡൈപോളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, അതിൻ്റെ പകുതിയാണ് എ. അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ചെറുതായിരിക്കും, ശരിയല്ലേ? അതുകൊണ്ട് നമുക്ക് ആർ സ്ക്വയറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എ സ്ക്വയർ വളരെ ചെറുതാണ്, അതുകൊണ്ട് നമുക്ക് എ സ്ക്വയറിനെ അവോയ്ഡ് ചെയ്യാം. അപ്പോൾ എങ്ങനെ ആൻസർ വരും? വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡ് ബൈ 4πε0 ഇൻറ്റു എ സ്ക്വയർ ഇവിടെ നിന്ന് പോകുമ്പോൾ ആർ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് വരും, ശരിയല്ലേ? അതായത് ആർ റേസ് ടു 4. ഇനി ഇവിടെ ആരുണ്ട്? 4r(a). ഇവിടുത്തെ ആർ റേസ് ടു 4ലെ ഒരു ആറും ഇവിടുത്തെ ആറും ക്യാൻസൽ ആകും. അപ്പോൾ ഇവിടെ ആര് വരും? r³. സോ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇ നെറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡ് ബൈ 4πε0. നമ്മൾ അതുപോലെ എഴുതി. ഇവിടെ ആരുണ്ട്? 4a. ഈ 4a നമുക്ക് ഇങ്ങനെ എഴുതാം, 2 × 2a ഡിവൈഡ് ബൈ, ഇനി ഇവിടെ ആരുണ്ട്? r³. സോ q × 2a ഇതെന്താണ്? പി ആണ്, ശരിയല്ലേ? പി എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെൻ്റ് ആണ്. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? q × 2a. സോ ഈ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് പി എന്ന് പറയുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 4πε0 ഇൻറ്റു എത്രയാണ്? പി ആണ്. സോ 2p ഡിവൈഡ് ബൈ r³. സോ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കിട്ടിക്കഴിഞ്ഞു. ഇനി ഡയറക്ഷൻ വേണ്ടേ? ഡയറക്ഷൻ അങ്ങോട്ടാണ്. സോ ഇതൊരു വടംവലിയായിരുന്നു, ശരിയല്ലേ? ഒരാൾ ഇങ്ങോട്ട് വലിച്ചു, ഒരാൾ ഇങ്ങോട്ട് വലിച്ചു. ഇതിൽ ആരാണ് ജയിച്ചത്? ഇവനാണ് ജയിച്ചത്. കാര്യം എന്താണ്? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വലുതാണ്. അങ്ങനെയെങ്കിൽ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണോ വലിയ ഫോഴ്സ് ആക്ട് ചെയ്തത് അങ്ങോട്ടായിരിക്കും. എങ്ങോട്ടാണ്? ഇ ബി ആണ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ തരുന്നത്, ശരിയാണോ? സോ ഈ നെറ്റ് ഇങ്ങോട്ട് ആക്ട് ചെയ്യും. ഇനി ഡൈപോൾ മൊമെൻ്റ് എങ്ങോട്ട് ആക്ട് ചെയ്യും? മൈനസ് ചാർജ് ടു പ്ലസ് ചാർജ് ആണ്. സോ മൈനസ് ചാർജ് ഇതാണ്, പ്ലസ് ചാർജ് ഇതാണ്, പിയും ഇങ്ങോട്ട് തന്നെയാണ്, ശരിയാണോ? സോ എങ്ങോട്ടാണോ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അങ്ങോട്ട് തന്നെയാണ് ഡൈപോൾ മൊമെൻറ്റും ഈ കേസിൽ ആക്ട് ചെയ്യുന്നത്. സോ എല്ലാ കേസിലും ഇങ്ങനെ ആയിരിക്കത്തില്ല. ഈ കേസിൽ എങ്ങോട്ടാണോ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആക്ട് ചെയ്തത്, നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എങ്ങോട്ടാണോ ആക്ട് ചെയ്തത് അതിൻ്റെ സെയിം ഡയറക്ഷനിലാണ് ഡൈപോൾ മൊമെൻറ്റും ആക്ട് ചെയ്തത്. സോ രണ്ടിനും ഈക്വൽ ഡയറക്ഷനുമാണ്. ഈ കാര്യം മനസ്സിലായോ? സോ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഡൈപോൾ മൊമെൻറ്റ് കൂടുന്നതനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ വാല്യൂം കൂടും, ശരിയല്ലേ? ഇനി ഇവിടെ വേറെ പ്രത്യേകതയുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു ഇ എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് സ്ക്വയറിൽ കാണിക്കും, ശരിയല്ലേ? ഈ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/r² ആയിരുന്നു. പക്ഷേ ഇവിടെ അതുപോലെയാണോ? അല്ല. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഓഫ് എ ഡൈപോൾ എന്ന് പറയുന്നത് ഇ എന്ന് പറയുന്നത് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/r³ ആണ്. r² അല്ല, r³ ആണ്. സോ ഇവിടെ നിങ്ങൾ r² എന്ന് പറയരുത്, തെറ്റാണ്. ഇവിടെ എന്താണ്? ഈ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r³ ആണ്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഓൺ ദ ഇക്വിറ്റോറിയൽ പ്ലെയിൻ ഓഫ് ഡൈപോൾ. നമ്മൾ നേരത്തെ പഠിച്ചത് ആക്സസിലെ ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യുമെന്നാണ്. പക്ഷേ ഇവിടെ പഠിക്കാൻ പോകുന്നത് ഇക്വിറ്റോറിയൽ പ്ലെയിനിലെ ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഇവിടെ നമ്മുടെ കയ്യിലൊരു ഡൈപോൾ ഉണ്ട്. ഡൈപോളിൻ്റെ ഇക്വിറ്റോറിയൽ പ്ലെയിൻ ഞാൻ ഇങ്ങനെ വരച്ചിരിക്കുകയാണ്. നമുക്കറിയാം ഇക്വിറ്റോറിയൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ അല്ല, പകരം എന്ന് പറഞ്ഞാൽ ഇതൊരു പ്ലെയിൻ ആണ്, ശരിയല്ലേ? ആ പ്ലെയിനിലെ ഒരു പോയിന്റ് ആണ് പോയിന്റ് ക്യൂ. എനിക്ക് ഈ പോയിന്റ് ക്യൂവിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയെന്നാണ് അറിയേണ്ടത്. നമ്മൾ ഈ പ്ലെയിനെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കൊരു ലൈനായിട്ട് മാത്രമേ തോന്നത്തുള്ളൂ, ശരിയല്ലേ? നമുക്ക് ഈ പ്ലെയിൻ ഒരു ലൈനായിട്ട് തോന്നും. സോ ഇതാണ് ആ ലൈൻ. അതായത് നമ്മളിതൊരു ലൈനായിട്ട് സൂചിപ്പിച്ചെങ്കിലും ഇത് ആക്ച്വലി എന്താണ്? ഒരു പ്ലെയിൻ ആണ്. ഈ പ്ലെയിനിലൊരു പോയിന്റ് ഉണ്ട്, പോയിന്റ് ക്യൂ. നമുക്ക് ഈ പോയിന്റ് ക്യൂവിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയെന്നറിയണം. സോ ഇലക്ട്രിക് ഫീൽഡിലെ ഏതെങ്കിലും ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ആ പോയിന്റിൽ ഒരു ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവെക്കണം, ശരിയല്ലേ? പോയിന്റ് ക്യൂവിൽ നമ്മളൊരു ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവച്ചു. ഈ ടെസ്റ്റ് ചാർജിന് അനുഭവപ്പെടുന്ന നെറ്റ് ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ്, ആകെ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ശരിയല്ലേ?
അങ്ങനെയെങ്കിൽ പഴയ പോലെ ഇവിടെ നമ്മളിൽ രണ്ട് ചാർജ് ഉണ്ട്. ഇതാണ് എ ചാർജ്, ഇതാണ് ബി ചാർജ്, ശരിയല്ലേ? ഇത് -q ആണ്, ഇത് +q ആണ്. ഈ രണ്ട് ചാർജുകളും ഈ q എന്ന പോയിന്റിന് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കൊടുക്കുന്നുണ്ട്, ശരിയല്ലേ? ഈ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും? നമ്മുടെ ഈ ടെസ്റ്റ് ചാർജിനെ റിപ്പിൾ ചെയ്യിക്കും, ശരിയല്ലേ? ആ റിപ്പിൾ ചെയ്യിക്കുന്നത് എങ്ങനെയാണ്? അവ തമ്മിൽ വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈനിലൂടെയാണ് റിപ്പിൾ ചെയ്യിക്കുന്നത്, ശരിയല്ലേ? നമ്മളൊരു ലൈൻ വരച്ചു, ഈ ലൈനിലൂടെ റിപ്പിൾ ചെയ്യിക്കും. സോ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഓഫ് ബിയുടെ ഡയറക്ഷൻ. സോ ബി ചാർജ് എന്ത് ചെയ്യും? നമ്മുടെ ടെസ്റ്റ് ചാർജിനെ തള്ളിക്കളയും. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ടു ബിൻ്റെ ഡയറക്ഷൻ. ഇനി എ ചാർജ് എന്ത് ചെയ്യും? എ ചാർജ് ഒരു നെഗറ്റീവ് ചാർജ് ആണ്. ടെസ്റ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ആണ്. ഈ ടെസ്റ്റ് ചാർജിനെ നമ്മുടെ നെഗറ്റീവ് ചാർജ് അട്രാക്ട് ചെയ്യും. അതെങ്ങനെ അട്രാക്ട് ചെയ്യുന്നത്? അവ തമ്മിലുള്ള ലൈനിലൂടെയാണ് അട്രാക്ട് ചെയ്യുന്നത്, ശരിയല്ലേ? സോ ഇതാണ് ഇ എയുടെ ഡയറക്ഷൻ. സോ ഇ എ ഇങ്ങനെ ആക്ട് ചെയ്യും, ഇ ബി ഇങ്ങനെ ആക്ട് ചെയ്യും. നമുക്ക് ഈ ഇ ബിയെ രണ്ട് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. കാര്യം ചരിഞ്ഞിരിക്കുന്ന വെക്ടറാണ്. ഈ ചരിഞ്ഞിരിക്കുന്ന വെക്ടറിനെ നമുക്ക് രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ നമുക്ക് പറയാം ഇതും തീറ്റയാണ്, ശരിയല്ലേ? കാരണം എന്താണ്? രണ്ട് പാരലൽ ലൈൻസ് ആണ്. അതിനെ ഒരു ഡിവിഡൻഡ് കട്ട് ചെയ്തേക്കുവാണ്. അങ്ങനെയെങ്കിൽ ഈ ഉണ്ടാക്കുന്ന രണ്ട് ആംഗിളും ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ ഇതെന്താണ്? ഇ ബി കോസ് തീറ്റ. അതുപോലെ ഇതെന്താണ്? എ ബി സൈൻ തീറ്റ. ഇതുപോലെ നമുക്ക് ഇ എ എന്ത് ചെയ്യാം? രണ്ട് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം, ശരിയല്ലേ? സോ ഇ എ റിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റയാണ്, ശരിയല്ലേ? സോ ഈ രണ്ട് ആംഗിൾ സെയിം ആണ്. ഇനി ഇത് രണ്ടും എങ്ങനെയാണ് തീറ്റ ആയത്? കാരണം നമ്മളുടെ ഇക്വിറ്റോറിയൽ പ്ലെയിൻ ഡൈപോളിനെ ബൈസെക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഉണ്ടാകുന്ന ഈ രണ്ട് ആംഗിളും തുല്യമാണ്. സോ ഇത് തീറ്റയാണെങ്കിൽ തീറ്റയ്ക്ക് അടുത്തിരിക്കുന്ന ഈ കമ്പോണൻ്റ് ആണ് ഇ എ കോസ് തീറ്റ. സോ ഇത് ഇ എ കോസ് തീറ്റയാണ്, ഇത് ഇ എ സൈൻ തീറ്റയാണ്. അതുപോലെ ഈ ക്യൂ എന്ന പോയിന്റ് ഡൈപോളിൻ്റെ ഒറിജിനിൽ നിന്നും അതിൻ്റെ സെൻറ്ററിൽ നിന്നും 6 ഡിസ്റ്റൻസിലാണ്. അതുപോലെ തന്നെ ഈ ഇക്വിറ്റോറിയൽ പ്ലെയിൻ ഡൈപോളിനെ ബൈസെക്ട് ചെയ്യുന്നത് ഉണ്ടാകുന്ന ഈ രണ്ട് സൈഡ് സെയിം ആയിരിക്കും. സോ ഈ സൈഡ് എക്സ് ആണെങ്കിൽ ഈ സൈഡ് എന്താണ്? എക്സ് ആണ്. ഇത്രയും ഭാഗം എന്ന് പറഞ്ഞാൽ ഡൈപോളിൻ്റെ ലെങ്തിൻ്റെ പകുതിയാണ്, ശരിയല്ലേ? ഇത്രയും ഭാഗം എ ആണ്. അതുപോലെ ഈ സൈഡും ഈ ഭാഗവും എ ആണ്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഈ ക്യൂ എന്ന പോയിന്റിൽ ആക്ട് ചെയ്ത നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഈ ഫിഗർ നോക്കി നമുക്ക് മനസ്സിലാകും ഈ ഡിസ്റ്റൻസും സെയിം ആണ്. അതുപോലെ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡും സെയിം ആണ്. സോ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡിസ്റ്റൻസും സെയിം ആണെങ്കിൽ ഇവ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും സെയിം ആയിരിക്കും, ശരിയല്ലേ? അതായത് ഈ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 1/4πε0 ഇൻറ്റു ക്യൂ ഡിവൈഡ് ബൈ അകലം എത്രയാണ്? എക്സ് ആണ്. സോ എക്സ് സ്ക്വയർ. അതുപോലെ ഈ ബി വിച്ച് ഈസ് ഈക്വൽ ടു ഈ ബി എന്ന് പറയുന്നത് 1/4πε0 ഇൻറ്റു ക്യൂ ഡിവൈഡ് ബൈ അകലം എത്രയാണ്? എക്സ് ആണ്, എക്സിൻ്റെ സ്ക്വയർ. സോ ആരുടെ മാഗ്നിറ്റ്യൂഡും ഈക്വൽ ആണ്? ഈ എയുടെ മാഗ്നിറ്റ്യൂഡും ഈ ബിയുടെ മാഗ്നിറ്റ്യൂഡും ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ ഇ എക്കും അതുപോലെ ഇ ബിക്കും പകരം ഇ എന്ന് വിളിച്ചാൽ പോരെ? സോ ഇ എ വിച്ച് ഈസ് ഈക്വൽ ടു ഇ ബി വിച്ച് ഈസ് ഈക്വൽ ടു ഇ. നമുക്കിനി ഇ എയും ഇ ബിയും വേണ്ട, പകരം ഇ എന്ന് വിളിച്ചാൽ മതി. അങ്ങനെയെങ്കിൽ ഇവിടെ നോക്ക്, ഈ സൈൻ തീറ്റ ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ശരിയല്ലേ? ഇത് ഈ സൈൻ തീറ്റയാണ്, ഇതും എന്താണ്? ഈ സൈൻ തീറ്റയാണ്. ഈ സൈൻ തീറ്റ. ഇ എയും ഇ ബി ഒന്നും വേണ്ടല്ലോ, എന്ന് വിളിച്ചാൽ പോരെ? അതുകൊണ്ട് ഇത് ഈ സൈൻ തീറ്റ, ഇതും ഈ സൈൻ തീറ്റ. എന്താണ്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് വെക്ടേഴ്സ് ആണ്. അങ്ങനെയെങ്കിൽ ഇതെന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. സോ ഇവിടെ ആരാണ് ക്യാൻസൽ ആയി പോകുന്നത്? ഈ സൈൻ തീറ്റ ക്യാൻസൽ ആയി പോകും. അങ്ങനെയെങ്കിൽ പിന്നെ ആര് മാത്രമേ ഉള്ളൂ? ഈ കോസ് തീറ്റകൾ മാത്രമേ ഉള്ളൂ. എത്ര ഈ കോസ് തീറ്റ ഉണ്ട്? 2 ഈ കോസ് തീറ്റ ഉണ്ട്. സോ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് 2e കോസ് തീറ്റയാണ്. കാര്യം മനസ്സിലായോ? സോ ഇ എയും ഇ ബിയും നമ്മൾ രണ്ടായിട്ട് കീറി മുറിച്ചു. അതിലെ ഈ സൈൻ തീറ്റകൾ ക്യാൻസൽ ആയി പോയി. പിന്നെ ആര് മാത്രമേ ഉള്ളൂ?
ഈ കോസ് തീറ്റകൾ മാത്രമേ ഉള്ളൂ. എത്ര ഈ കോസ് തീറ്റ ഉണ്ട്? 2 ഈ കോസ് തീറ്റ. സോ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു 2e കോസ് തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ 0 ഇൻറ്റു ക്യൂ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ. ആർ സ്ക്വയർ എന്ന് പറയരുത്, ആർ ഇതാണ് എക്സ്, ശരിയല്ലേ? സോ എക്സ് സ്ക്വയർ. ഇനി ആരുണ്ട്? കോസ് തീറ്റയുണ്ട്. നമുക്കറിയാം ഈ ചെറിയ ട്രയാങ്കിളിൽ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആണ്. അഡ്ജസൻറ്റ് സൈഡ് എത്രയാണ്? എ ആണ്, ഹൈപ്പോട്ട്ന്യൂസ് എക്സ് ആണ്. അങ്ങനെയെങ്കിൽ കോസ് തീറ്റയ്ക്ക് ഇത്രയും ഭാഗത്തിന് പകരം പറയാം എ ബൈ എക്സ്. സോ ഇതിന് പകരം നമുക്ക് പറയാം എ ബൈ എക്സ്. അതായത് ഇ നെറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു 2a. എന്താണിത്? പി ആണ്, ശരിയല്ലേ? ക്യൂ ഇൻറ്റു 2a എന്ന് പറഞ്ഞാൽ പി ആണ്. സോ 1 ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ 0 അതുപോലെ എഴുതി. ഇനി ക്യൂ ഇൻറ്റു 2aക്ക് പകരം പി എന്ന് പറയാം, ഡിവൈഡ് ബൈ ഇനി ആരുണ്ട്? എക്സ് ക്യൂബ്. പൈതഗോറസ് തിയറം അനുസരിച്ച് നമുക്ക് പറയാം എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ആണ്. സോ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. അങ്ങനെയെങ്കിൽ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. അതായത് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2 ആണ്. സോ എക്സിന് എങ്ങനെ പറയാം? ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2. സോ വിച്ച് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ 0 ഇൻറ്റു പി ഡിവൈഡ് ബൈ എക്സിന് പകരം പറയാം ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2. ഇനി എന്തുണ്ട് ഇവിടെ? 3 ഉണ്ട്, ക്യൂബ് ഉണ്ട്, ശരിയല്ലേ? അപ്പോൾ ക്യൂബും കൂടെ വരുമ്പോൾ 3/2 എന്ന് വരും. കാര്യം മനസ്സിലായോ? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ആർ സ്ക്വയറിനെ കമ്പയർ ചെയ്യുമ്പോൾ എ സ്ക്വയർ വളരെ ചെറുതാണ്. നമുക്ക് ആരെ അവോയ്ഡ് ചെയ്യാം? എ സ്ക്വയറിനെ ഇവിടെ നിന്ന് അവോയ്ഡ് ചെയ്യാം. അങ്ങനെ എ സ്ക്വയറിനെ അവോയ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരും 1 ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ 0 ഇൻറ്റു പി ഡിവൈഡ് ബൈ ഈ എ സ്ക്വയറിനോട് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ആർ സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2. ഈ 2ഉം 2ഉം ക്യാൻസൽ ആകും. സോ നമുക്ക് കിട്ടും 1 ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ 0 ഇൻറ്റു പി ഡിവൈഡ് ബൈ ആർ ക്യൂബ്. ഇതാണ് ഈ നെറ്റ്. ഇനി ഇവിടെ നോക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമുണ്ട്. ഇവിടെയാണെങ്കിൽ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ട് ആക്ട് ചെയ്തത്? ഇതായിരുന്നു, ശരിയല്ലേ? ഇതാണ് 2e കോസ് തീറ്റ എന്ന് പറയുന്നത്. ഇതാണ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി ഡയറക്ഷൻ. സോ ഈ നെറ്റ് ആക്ട് ചെയ്തത് ഇങ്ങോട്ടാണ്. പക്ഷെ ഡൈപോൾ മൊമെന്റ് എങ്ങനെയാണ്? അത് നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. ഡൈപോൾ മൊമെന്റ് പി ഇങ്ങോട്ടുമാണ് ആക്ട് ചെയ്തത്. സോ ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ? ആരും നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി ഇങ്ങോട്ടാണ്. കാരണം എന്താണ്? ബാക്കിയെല്ലാം ക്യാൻസലായി പോയി, ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഇങ്ങോട്ടാണ് ആക്ട് ചെയ്തത്. നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി ഇങ്ങോട്ടും അതുപോലെ ഡൈപോൾ മൊമെന്റ് അതിന് ഓപ്പോസിറ്റുമാണ് ആക്ട് ചെയ്തത്. അതുകൊണ്ട് ഇക്വിറ്റോറിയൽ പ്ലെയിനിലെ ഒരു പോയിന്റിന്റെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റിയുടെ വെക്റ്റർ ഇക്വേഷൻ എഴുതാൻ നേരത്ത് ഈ നെറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ 0 ഇൻറ്റു പി ഡിവൈഡ് ബൈ ആർ ക്യൂബ്. ഇത് നമ്മൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എഴുതുമ്പോൾ, ഇനി വെക്റ്റർ സൈൻ കൊടുക്കുമ്പോൾ ആരും ഓപ്പോസിറ്റ് ആണ്. ഈ വെക്റ്റർ ഇയും വെക്റ്റർ പിയും ഓപ്പോസിറ്റ് ആണ്. അങ്ങനെ ഓപ്പോസിറ്റ് ആണ് സൂചിപ്പിക്കാനായിട്ട് നമ്മളൊരു മൈനസ് സൈൻ കൊടുക്കും. സോ ഈ മൈനസ് സൈൻ എന്തിനാണെന്ന് മനസ്സിലായോ? ഈ മൈനസ് സൈൻ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഈ മൈനസ് സൈൻ സൂചിപ്പിക്കുന്നത് ഇവിടെ വെക്റ്റർ ഇയും അതുപോലെ വെക്റ്റർ പിയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. പക്ഷേ ആക്സിസിലെ ഒരു പോയിന്റ് ആണെങ്കിൽ ആ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും അതുപോലെ ഡൈപോൾ മൊമെന്റും സെയിം ഡയറക്ഷൻ ആയിരുന്നു, ശരിയല്ലേ? ഇവിടെയാണെങ്കിൽ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരും. കോൺസെപ്റ്റ് ക്ലിയർ ആയോ? സോ ഇത് നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. ഇതൊരു ഡൈപോൾ ആണെന്ന് കരുതുക. ഡൈപോളിനാണെങ്കിൽ ഇത് മൈനസ് ക്യൂ, ഇത് പ്ലസ് ക്യൂ ആണ്. ഇതാണ് നമ്മളുടെ ആക്സിയൽ ലൈൻ.
ഈ ആക്സിസിലെ ഒരു പോയിന്റ് ആണ് പോയിന്റ് പി. ഇവിടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആയിരുന്നു E which is equal to 1 divided by 4 pi epsilon 0 into 2p divided by r cube. ശരിയല്ലേ? ഇനി ഇതാണ് അതിൻ്റെ ഇക്വിറ്റോറിയൽ ലൈൻ എന്ന് പറയുന്നത്. ഇക്വിറ്റോറിയൽ ലൈനിലെ ഒരു പോയിന്റ് ആണ് പോയിന്റ് ക്യൂ. പോയിന്റ് ക്യൂവിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണ് 1 divided by 4 pi epsilon 0 into p divided by r cube. സോ ഇത് നമ്മളുടെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്തിരിക്കുകയാണ്. ഇനി ഡയറക്ഷനോട് പരിഗണിച്ച് കഴിഞ്ഞാൽ വെക്ടർ സൈനോ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു മൈനസ് വരും. ശരിയല്ലേ? ഈ മൈനസ് എന്തിനെ സൂചിപ്പിക്കും? ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റിയും ഡൈപോൾ മൊമെൻറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. നമ്മളിവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ മൈനസ് സൈൻ ഇടാഞ്ഞത്. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഈ ആക്സിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിയൽ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി എന്ന് പറയുന്നത് 2 ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി അറ്റ് ഇക്വിറ്റോറിയൽ പോയിന്റ് ആണ്. സോ 2 ഇൻറ്റു ഈ ഇക്വിറ്റോറിയൽ ആണ്. ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയോ?